സമാധാനം കനിയുന്നവനും പരമപരിശുദ്ധനും രാജാതിരാജാനായ അള്ളാഹുവിനാകുന്നു ഹംദുകൾ മുഴുവനും. വിശുദ്ധ കഅബയുടെ പരിസരത്ത് മുസ്ലിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കുകയും ഹജ്ജിനെ ഇസ്ലാമിൻ ദീനിൻ്റെ സ്തംഭങ്ങളിൽ ഒന്നാക്കി നിശ്ചയിക്കുകയും ചെയ്തവനത്രേ അവൻ. സർവജ്ഞനും രാജാവുമായ അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതനും തിരുദാസനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പടപ്പുകളിൽ ഉത്തമരായ തിരുദൂതരിലും കുടുംബത്തിലും സഹാബത്തിലും അനുയായികളിലും ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തും സമ്പൂർണ്ണമായ സലാമും സദാ വർഷിക്കുമാറാകട്ടെ. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകണം. തഖ്വ കൊണ്ടത്രേ ഒരു ദാസന് പാരിത്രിക ജീവിതത്തിൽ രക്ഷ. സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നു, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അന്ത്യനാളിൻ്റെ പ്രകമ്പനം ഭയങ്കരമായ ഒരു സംഭവം തന്നെയാകുന്നു. നിങ്ങൾ അത് കാണുന്ന ദിവസം ഏതൊരു പാലൂട്ടുന്ന ഉമ്മയും താൻ പാലൂട്ടുന്ന കുഞ്ഞിനെ പറ്റി മറന്നുപോകും. ഏതൊരു ഗർഭിണിയും തൻ്റെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകുകയും ചെയ്യും. ജനങ്ങളെ മത്തുപിടിച്ചവരായി നിനക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാകുന്നു. നന്മകൾ ചെയ്തും തിന്മകളും പാപങ്ങളും വെടിഞ്ഞും അന്ത്യനാളിനായി ഒരുങ്ങുക എന്നത് അള്ളാഹുവിലുള്ള തഖ്വയിൽ ഉൾപ്പെടുന്നു. അള്ളാഹു പറയുന്നു, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറുകളുള്ളവരെ അള്ളാഹു എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അവനല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് ഉപേക്ഷിച്ചും തൗഹീദ് സാക്ഷാത്കരിച്ച് കൊണ്ടാകുന്നു അന്ത്യനാളിന് വേണ്ടിയുള്ള ഒരുക്കം ഏറ്റവും മഹനീയമാകുന്നു. എങ്ങനെയാണ് അള്ളാഹുവിന് പുറമെ തനിക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തവയെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുക? അതുതന്നെയാകുന്നു വിദൂരമായ വഴിക്കേട്. ആരുടെ ഉപദ്രവമാണോ അവനെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നത്, അങ്ങനെയുള്ളവനെ തന്നെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവൻ എത്ര ചീത്ത സഹായി, എത്ര ചീത്ത കൂട്ടുകാരൻ. വീണ്ടും അള്ളാഹു പറയുന്നു, അള്ളാഹുവോട് വല്ലവരും പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തു നിന്ന് വീണതുപോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഈമാനിൻ്റെ വക്താക്കളുടെ ചിഹ്നം തൗഹീദാകുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ആരാധ്യൻ ഏകദൈവമാകുന്നു, അതിനാൽ അവന് മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. നബിയെ, വിനീതർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ ഹൃദയങ്ങൾ കിടിലം കൊള്ളുന്നവരും തങ്ങളെ ബാധിച്ച ആപത്തിനെ ക്ഷമാപൂർവ്വം തരണം ചെയ്യുന്നവരും നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരും നാം നൽകിയിട്ടുള്ളതിൽ നിന്നും ചെലവഴിക്കുന്നവരുമത്രേ അവർ. ദീനുൽ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ ഇവയാകുന്നു, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തു തൗഹീദ്, നിസ്കാരം യഥാവിധം നിലനിർത്തൽ, സക്കാത്ത് നൽകി വീട്ടൽ, റമദാനിൽ നോമ്പെടുക്കൽ, വിശുദ്ധ കഅബത്തിങ്കൽ ഹജ്ജ് ചെയ്യൽ എന്നിവയാകുന്നു അവ. ഇതോടൊപ്പം അള്ളാഹുവെക്കുറിച്ചുള്ള പേടി ഉണ്ടാകണമെന്ന വസിയത്തുമുണ്ട്. അള്ളാഹു പറയുന്നു, തൻ്റെ രക്ഷിതാവിൻ്റെ സന്നിധിയെ ഭയപ്പെട്ടവന് 2 സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലും നോവേറ്റുന്ന വിധികൾ ഭവിക്കുന്നതിലും ക്ഷമിക്കണമെന്ന് വസിയത്തുണ്ട്. അള്ളാഹു പറയുന്നു, ക്ഷമാശീലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റിക്കൊടുക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അവനോട് നന്ദിയുള്ളവരാവുകയും വേണം. അള്ളാഹു പറയുന്നു, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി മലിമൃഗങ്ങളായ ഒട്ടകങ്ങളെ നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വിശ്വാസികളെ പടപ്പുകളിൽ ചില പ്രാപഞ്ചിക നടപടികൾ അള്ളാഹുവിനുണ്ട്. അവയെ വിശ്വസിച്ച് അംഗീകരിക്കലും അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലും ഒരു ദാസന്റെ മേൽ ബാധ്യതയാണ്. അള്ളാഹു പറയുന്നു, തീർച്ചയായും സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. നന്ദി കെട്ട വഞ്ചകരെ ഒന്നും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, തീർച്ച. മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നു, തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു. ഈ വിഷയത്തിൽ വചനങ്ങൾ പലതാണ്. അള്ളാഹു പറയുന്നു, എത്രയെത്ര നാടുകൾ ആ നാട്ടുകാർ അക്രമത്തിൽ ആയിരിക്കെ നാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവയതാ മേൽപ്പുരകളോടെ തകർന്നു കിടക്കുന്നു. ഉപയോഗശൂന്യമായ എത്രയെത്ര കിണറുകൾ, കെട്ടിപ്പടുത്ത എത്രയെത്ര കോട്ടകൾ. അള്ളാഹു പറയുന്നു, എത്രയോ നാടുകൾക്ക് ആ നാട്ടുകാർ അക്രമികളായിരിക്കെ ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നീട് ഞാൻ അവരെ പീഡിക്കൂടുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തേക്കാകുന്നു എല്ലാറ്റിൻ്റെയും മടക്കം. ആജിമാരെ, തൻ്റെ ഖലീലായ ഇബ്രാഹിം നബിയോട് ഹജ്ജിനായി വിളിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു. അള്ളാഹു പറയുന്നു, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിന് വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല വലംബാധകളുടെയും വരുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നു കൊള്ളും. അള്ളാഹു പറയുന്നു, അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സാക്ഷികളാകുവാനും. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള 4 കാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയറുക്കാനും വേണ്ടി അത്രയത്. അത് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് സാക്ഷികൾ ആകുന്നതിനും അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്നതിനും വേണ്ടി എല്ലാ വിദൂര വഴികൾ താണ്ടിയും ഹാജിമാർ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ആഗതരാകുന്നു.
അള്ളാഹുവിൻ്റെ പ്രീതിക്കായി അവൻ്റെ പ്രതിഫലം മോഹിക്കുന്നവരായി അവർ വിശുദ്ധ കഅബയെയും പുണ്യനഗരികളെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അള്ളാഹു പറയുന്നു, മനുഷ്യർ സ്വദേശിയാവട്ടെ വിദേശിയാകട്ടെ തുല്യ അവകാശമുള്ളതായി നാം നിശ്ചയിച്ചിട്ടുള്ള മസ്ജിദുൽ ഹറാം അവിടെ വെച്ച് വല്ലവനും അന്യായമായി തെറ്റുകൾ വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷ നാം ആസ്വദിപ്പിക്കുന്നതാണ്. ആരാധന അള്ളാഹുവിനെ മാത്രമാക്കിയും ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം ഉപേക്ഷിച്ചും തൗഹീദിന് വിളിക്കുത്തരമേകി ഈ സ്ഥലങ്ങളിലേക്ക് ഹാജിമാർ ആഗതരാകുന്നു. അള്ളാഹു പറയുന്നു, ഇബ്രാഹിമിന് കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം ഓർക്കുക. യാതൊരു വസ്തുവേയും എന്നോട് നീ പങ്കു ചേർക്കരുത് എന്നും തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും നിന്നും റുക്ഉ ചെയ്തും സുജൂദ് ചെയ്തും നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയും എൻ്റെ ഭവനം ശുദ്ധമാക്കണം എന്നും നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അതിനാൽ കഅബത്തിന്റെ പദവിക്ക് നിരക്കാത്തതിൽ നിന്നെല്ലാം അത് പരിശുദ്ധമാക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഹജ്ജിൽ നെറുകേടുകളില്ല, തർക്കങ്ങളും പാടില്ല, രാഷ്ട്രീയമായ ചിഹ്നങ്ങളോ കക്ഷിത്വത്തിന്റെ വിളികളോ ഹജ്ജിലില്ല. പ്രത്യുത അള്ളാഹുവിനെ വഴിപ്പെടലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലും അകവും പുറവും ശുദ്ധീകരിക്കലും കരാറുകളും ഉടമ്പടികളും പാലിക്കലും അവകാശങ്ങളെ ആദരിക്കലുമാണ് ഹജ്ജ്. അള്ളാഹു പറയുന്നു, വല്ലവനും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തഖ്വയിൽ നിന്നുണ്ടാകുന്നത്രേ. മുസ്ലിങ്ങൾക്കിടയിൽ അന്യോന്യം തിരിച്ചറിയൽ, പാരസ്പര്യം, സഹകരണം, സംരക്ഷണം എന്നിവയുടെ എല്ലാ പ്രകടനങ്ങൾ ഹജ്ജിൽ നന്നേ വ്യക്തമാകുന്നു. ഭാഷകളും വർണ്ണങ്ങളും ദേശങ്ങളും വ്യത്യസ്തമായിട്ടും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ അവർ പരസ്പരം സഹോദരങ്ങളും ഇഷ്ടക്കാരുമാകുന്നു. അങ്ങനെ തങ്ങൾക്ക് ഉപകാരപ്രദമായതിൽ അവർ സാക്ഷികളാകുന്നു. അവരുടെ ബലിയിൽ നിന്ന് അഗതികളെയും സാധുക്കളെയും അവർ തീറ്റുകയും ചെയ്യുന്നു. പ്രവർത്തികളിൽ നന്മയും വാക്കുകളിൽ സത്യസന്ധതയുമാകുന്നു ഹാജിമാരുടെ സുപ്രധാന വിഷയം. അള്ളാഹു പറയുന്നു, വ്യാജവാക്കിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുക. അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ നിങ്ങളെക്കുറിച്ച് അള്ളാഹു മലക്കുടെ അഭിമാനം പറയുന്നു. അറഫയിൽ നിൽക്കൽ ഹജ്ജ് കർമ്മങ്ങളിൽ ഏറ്റവും മഹനീയമാണ്. ആ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ ഈ മഹൽ വചനം അവതരിച്ചത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഹാജിമാരെ, സന്മാർഗദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റുക. ബഹറും അസറും ജമ്മും ഖസറുമായി അവിടുന്ന് നിസ്കരിച്ചു. പിന്നീട് സൂര്യൻ അസ്തമിക്കുവോളം അള്ളാഹുവിനുള്ള ദിക്റിൽ അവിടുന്ന് കഴിച്ചുകൂട്ടി. അതിൽ പിന്നെ മുസ്ദലിഫിലേക്ക് പുറപ്പെട്ടു. അതാണല്ലോ അള്ളാഹു പറഞ്ഞത്, അറഫാത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടാൽ മശ്അറുൽ ഹറാമിനോട് അടുത്ത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവിൻ. അവൻ നിങ്ങൾക്ക് വഴി കാണിച്ച പ്രകാരം നിങ്ങൾ അവനെ ഓർക്കുവിൻ. ഇതിനു മുമ്പ് നിങ്ങൾ വഴി പിഴച്ചവരിൽ പെട്ടവരായിരുന്നാലും. പെരുന്നാൾ ദിനം പുലർന്നപ്പോൾ അവിടുന്ന് മിനയിലേക്ക് പോവുകയുണ്ടായി. അള്ളാഹു പറയുന്നു, എന്നിട്ട് ഹാജിമാർ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ നിന്ന് തന്നെ നിങ്ങളും പുറപ്പെടുക. നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞു. തന്റെ ബലി അറുത്തു, മുണ്ടനം ചെയ്തു, മുടി വെട്ടാൻ അനുവാദം നൽകി. പിന്നീട് അവിടുന്ന് കഅബ തവാഫ് ചെയ്തു. അള്ളാഹു പറയുന്നു, പിന്നെ അവർ തങ്ങളുടെ മുടികൾ നീക്കുകയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പുരാതനമായ ആ ഭവനത്തെ തവാഫ് ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ. അടക്കത്തിലും ഒതുക്കത്തിലും തൽപരനായാണ് ഇതെല്ലാം നിർവഹിക്കേണ്ടത്. തള്ളിൽ നിന്നും തിരക്കിൽ നിന്നും അകന്നു മാറിയും വിവിധ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയും ഹജ്ജ് ഗ്രൂപ്പുകളുടെയും യാത്രാ ചലനങ്ങൾ നിയന്ത്രിക്കുന്നവരുടെയും വ്യവസ്ഥകൾ പാലിച്ചുമാണ് ഇവയെല്ലാം ചെയ്യേണ്ടത്. നന്മകൾ സഫലമാക്കാനും അപകടങ്ങളും അരക്ഷിതാവസ്ഥയും ദൂരീകരിക്കാനും മനുഷ്യരെ സംരക്ഷിക്കാനും ഹജ്ജ് കർമ്മങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കപ്പെടാനും വേണ്ടിയാണ് ഇതെല്ലാം. മിനൽ അള്ളാഹുവിലുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നത് പ്രതിഫലാർഹമാകുന്നു. അള്ളാഹു പറയുന്നു, അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ സ്മരിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുവിന് ദിക്റിൽ കഴിയുക. അയ്യാമു തശ്രീഖിൽ ഹാജി 3 ജംറകളിലും ഓരോ ജംറയിലും 7 വിധ കല്ലുകൾ എറിയണം. 13ലേക്ക് പിന്തലാകുന്നു ഏറ്റവും ശ്രേഷ്ഠം. 12 വേഗത്തിൽ പോകുന്നവർക്ക് അത് അനുവദനീയമാകുന്നു. അള്ളാഹു പറയുന്നു, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് ദിക്റിൽ കഴിയുക. 2 ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും പോരുന്ന പക്ഷം അവന് കുറ്റമില്ല. 1 ദിവസം കൂടി താമസിച്ച് പോരുന്നവന് കുറ്റമില്ല. തഖ്വയുള്ളവന് അതാണ് ഉത്തമം. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. മടക്കയാത്രയ്ക്ക് മുമ്പ് വിടവാങ്ങൽ തവാഫ് നിർവഹിക്കണം. കാരണം അള്ളാഹു പറയുന്നു, അവൻ നിങ്ങളെ ഉത്തമരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ദീനിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമെത്രേ അത്. മുൻ വേദങ്ങളിലും ഈ വേദത്തിലും അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന പേര് നൽകിയിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും വേണ്ടി. ആകയാൽ നിങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. എത്ര നല്ല രക്ഷാധികാരി, എത്ര നല്ല സഹായി. അള്ളാഹുവെ മുറുകെ പിടിക്കുന്നതിൽ പെട്ടതാകുന്നു ഒരു മനുഷ്യൻ തന്റെ നാഥനോട് ദുആ ചെയ്യുന്നത് വർദ്ധിപ്പിക്കൽ. പ്രത്യേകിച്ച് ഹജ്ജിന്റെ അവസരങ്ങളിൽ
ഉത്തരം നൽകപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഇടങ്ങളാകുന്നു അവ. സൂറത്ത് ഗാഫിർ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്തും നീ നല്ലത് തരണമേ, പരലോകത്തും നീ നല്ലത് തരണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുന്നവരും ആളുകളിലുണ്ട്. അവർ സമ്പാദിക്കുന്ന ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട്. അള്ളാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു. അള്ളാഹുവെ സ്വീകരിക്കണമേ, അള്ളാഹുവെ സ്വീകരിക്കണമേ. അള്ളാഹുവെ ഹാജിമാരിൽ നിന്ന് അവരുടെ ദുആകളും കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ. അള്ളാഹുവെ അവരുടെ കാര്യത്തിൽ നീ എളുപ്പമാക്കി കൊടുക്കണമേ. അവരുടെ തെറ്റുകൾ പൊറുക്കണമേ. അവരുടെ നാടുകളിലേക്ക് സുരക്ഷിതരായി ധന്യരായി വിജയികളായി നീ അവരെ തിരിച്ചെത്തിക്കണമേ. അള്ളാഹുവെ മുസ്ലിങ്ങളുടെ അവസ്ഥകൾ നീ നന്നാക്കണമേ. സത്യത്തിൽ അവരെ നീ ഐക്യപ്പെടുത്തണമേ. അവരുടെ കാര്യങ്ങൾ നീ ഏൽക്കുകയും മതപരവും ഭൗതികവുമായ അവരുടെ അവസ്ഥകളെ നന്നാക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ ഇരു ഹറമുകളുടെയും സേവകൻ, അല്ലാഹുവേ ഇരു ഹറമുകളുടെയും സേവകൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനെയും നീ തുണയ്ക്കണമേ. ഇഹത്തിലും പരത്തിലും നല്ല പ്രതിഫലം നീ അവർക്ക് കനിയണമേ. അവർ നിന്റെ ദാസന്മാർക്ക് നന്മകൾ ചെയ്തു, ഹാജിമാർക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ എളുപ്പമുണ്ടാക്കി. ഇരു ഹറമുകളുടെയും അവ ലക്ഷ്യമാക്കുന്നവരുടെയും സേവനത്തിന് ഔദാര്യത്തോടെ അവർ ചിലവഴിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ.